ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അധികം ആർക്കും അറിയാത്ത എന്നാൽ ഒരുപാട് സാധ്യതകളുള്ളൊരു പൊസിഷനെ കുറിച്ചാണ്. നമ്മളപ്പോൾ ഇത്രയും ദിവസം UAE ടീച്ചറാവുന്നതിനെക്കുറിച്ചും അതിൻ്റെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചും അതിൻ്റെ സാലറിയെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അതിൻ്റെ അകത്ത് വന്നു പോയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അസിസ്റ്റൻറ്റ് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഒരുപാട് വർക്ക് ലോഡൊന്നും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റിയൊരു ഫീൽഡാണ് അസിസ്റ്റൻറ്റ് ടീച്ചറുടെ ഫീൽഡ് എന്ന് പറയുന്നത്. പൊതുവേ ചെറിയ ക്ലാസ്സുകളിൽ, അതായത് നഴ്സറി ക്ലാസ് തൊട്ട് പ്രൈമറി ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ്, ചില സ്കൂളുകളിൽ 3-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ ടീച്ചറുടെ കൂടെ, അതായത് ഒരു മെയിൻ ടീച്ചർ ആ ക്ലാസ്സിലുണ്ടാവും, ആളുടെ കൂടെ ആ ക്ലാസ് ലീഡ് ചെയ്യാനും ആ ടീച്ചറെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സാണ് അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ ഒരു സ്കൂളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രി, അതിൻ്റെ കൂടെ നമ്മളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൊസിഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. നഴ്സറി ലെവലിൽ പറയുമ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ലെവൽ 2 എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അത് ഏകദേശം 4000 ദിർഹംസോളാണ് വരിക, നാട്ടിൽ 80,000 രൂപയോളം ആയിരിക്കും വരിക. അപ്പോൾ ഈ +2ന് ശേഷം നേരിട്ട് ഈ ലെവൽ 2 കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നഴ്സറികളിൽ അസിസ്റ്റൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങളുടെ കയ്യിൽ ലെവൽ 2 ഇല്ല എന്ന് വെച്ചിട്ട് അത് വലിയ പ്രശ്നമൊന്നുമല്ല, അതൊരു ഓപ്ഷനായിട്ട് മാത്രം പറഞ്ഞതാണ്. അതിവിടെ അങ്ങനെ മാൻഡേറ്ററി ആയിട്ടൊന്നും വന്നിട്ടില്ല. അത്രയും നിർബന്ധമാണ് അസിസ്റ്റൻറ്റ് ടീച്ചർക്ക് ലെവൽ 2 എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് ഇതുവരെയും റൂൾ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നിങ്ങളുടെ കയ്യിൽ +2 വരെയുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല ഫ്ലുവൻ്റ് ആണ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ ആ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അസിസ്റ്റൻറ്റ് ടീച്ചറുടെ ഇൻ്റർവ്യൂയുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര നോളേജ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരിക്കില്ല ഉണ്ടാവുക. കൂടുതലും പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളോട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക. അതായത് നിങ്ങളെക്കുറിച്ച് പറയും, അതിൻ്റെ കൂടെ തന്നെ എക്സ്പീരിയൻസ് വല്ലതുണ്ടോ എന്ന് ചോദിക്കും. ഇതിൻ്റെ മുകളിലേക്കൊരു ഭയങ്കര നോളേജ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അത്രയും സ്ട്രെസ് ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാനായിട്ട് പറ്റിയൊരു ഫീൽഡാണ് അസിസ്റ്റൻറ്റ് ടീച്ചറുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അസിസ്റ്റൻറ്റ് ടീച്ചറിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മെയിനായിട്ട് വരുന്നത് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് തന്നെയാണ്. അതായത് മെയിൻ ടീച്ചറെ ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഡ്യൂട്ടി. അത് തന്നെയാണ് ആദ്യത്തെ ഡ്യൂട്ടി. രണ്ടാമത്തെ ഡ്യൂട്ടി വരുന്നത്, ഇപ്പോൾ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ടുണ്ടാവും. അതായത് വർക്ക്ഷീറ്റ് ഉണ്ടാവും, ചില സമയത്ത് ക്രാഫ്റ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ടാവും. ഈ വക കാര്യങ്ങളിൽ മെയിൻ ടീച്ചറെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളതിൽ പെടുന്നത്. അതേപോലെ തന്നെ ഒരു മെയിനായിട്ടുള്ള ഡ്യൂട്ടിയാണ്, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ, അതിലെല്ലാവർക്കും ഇപ്പോൾ ഓരോ സെയിം ആയിട്ടുള്ള ഗ്രാസ്പിംഗ് പവർ ആയിരിക്കില്ല ഉണ്ടാവുക, അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള കഴിവുകളായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാസ്പിംഗ് പവർ കുറഞ്ഞ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും അസിസ്റ്റൻറ്റ് ടീച്ചർക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തായാലും മെയിൻ ടീച്ചർ അവിടെ ഉണ്ടാവും, മെയിൻ ടീച്ചറുടെ ഹെൽപ്പ് ഉണ്ടാവും, ഗൈഡൻസ് ഉണ്ടാവും. മെയിൻ ടീച്ചറുടെ ഇൻസ്ട്രക്ഷനനുസരിച്ച് ഇത്തരത്തിലുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി അസിസ്റ്റൻറ്റ് ടീച്ചർക്ക് വരുന്നുണ്ട്. ഇതൊരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ് ലെവലിൽ വരുന്ന കുട്ടികൾക്ക് വരുന്നതാണ്. ഇനിയിപ്പോൾ നഴ്സറി ലെവലിലാവുമ്പോൾ കുറച്ചും കൂടിയും കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അസിസ്റ്റൻറ്റ് ടീച്ചർ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ചിലപ്പോൾ ഫീഡ് ചെയ്യാനുണ്ടാവും, പിന്നെ ചിലപ്പോൾ അവർ ടോയ്ലറ്റിൽ ഒറ്റയ്ക്ക് പോകൽ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ ബേസിക്കായിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ നഴ്സറി ലെവലിൽ നോക്കുമ്പോൾ അസിസ്റ്റൻസിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളോട് കുറച്ചും കൂടിയും ക്ലോസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, കുട്ടികളോടൊക്കെ താല്പര്യമുള്ള, ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ അസിസ്റ്റൻറ്റ് ടീച്ചറുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ടീച്ചറായാലും അസിസ്റ്റൻറ്റ് ടീച്ചറായാലും ആ ജോലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽഡിൽ ശരിക്കും ബ്രൈറ്റായിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ബുദ്ധിമുട്ടി പോകും, നമ്മുടെ സ്റ്റുഡൻസ് ബുദ്ധിമുട്ടി പോകും, നമുക്ക് ജോലി തന്ന സ്ഥാപനവും ബുദ്ധിമുട്ടി പോകും. ഇനി ഈ ഒരു പൊസിഷൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഭാവിയിലുള്ള പ്രൊമോഷൻ തന്നെയാണ്.
നമ്മൾ നല്ല പോലെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചിങ് പൊസിഷനിൽ തന്നെ എത്തിപ്പെടാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമുക്ക് ഈ ഒരു പൊസിഷൻ വഴി തുറന്നു കിട്ടുക. നമ്മൾ പിന്നീട് നമ്മളുടെ ക്വാളിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് എടുത്താൽ മതിയാവും. അങ്ങനെ കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. അങ്ങനെ ജോലി കിട്ടിയിട്ടുള്ള ഒരുപാട് പേരെ അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.